ഹായ് ഗേസ്, ഏർമി ചാവക്കാടൻ ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പൈനാപ്പിൾ എടുക്കാനായിട്ട് വാഴക്കുളത്ത് വന്ന് കിടക്കുകയാണ്. സമയം 6 മണി രാവിലെ. അട്ടിക്കാർ വന്നു. നമ്മൾ വണ്ടി എടുക്കാൻ പോവാണ്. പത്തനംതിട്ട ഏതോ ഒരു ഭാഗത്താണ് പൈനാപ്പിൾ എടുക്കാനായിട്ട് പോകുന്നത്. വെളുപ്പിനെ ലോങ് ആയിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ വെളുപ്പിനെ 3 മണിക്കൊക്കെ വന്നവർ വിളിച്ചാൽ ഇപ്പോഴാണ് വന്ന് വിളിച്ചത്. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ വണ്ടി എടുക്കാനുള്ള പരിപാടിയാണ്. വേ ബ്രിഡ്ജിലേക്ക് പോകണം. അപ്പോൾ ഓക്കെ, കൂടെ ഉണ്ടാവുക. പൈനാപ്പിൾ കയറാനുള്ള വണ്ടികളാണ് ഇവിടെ കിടക്കുന്നത്. ലോങ് പോകാൻ കിടക്കുകയാണ്. നമ്മുടെ വണ്ടി ഗുജറാത്തിലെ സൂറത്തിലേക്കോ അല്ലെങ്കിൽ വാപ്പിയിലേക്കോ ആയിരിക്കും. നാട്ടുകാരോട് വന്ന് കിടപ്പുണ്ട്. നാട്ടുകാരാണ് അവര്. വണ്ടി അങ്ങനെ വേ ബ്രിഡ്ജിലേക്ക് കയറുകയാണ്. തൂക്കം എടുക്കണം, വണ്ടിയുടെ കാലി തൂക്കം എടുക്കണം. അതുപോലെ തന്നെ പൈനാപ്പിൾ എടുത്തോണ്ട് വന്നിട്ട് ഫുള്ള് പൈനാപ്പിളിന്റെ തൂക്കം എടുക്കണം. അങ്ങനെ വേ ബ്രിഡ്ജിൽ നിന്ന് നമ്മൾ വണ്ടി എടുത്തു. നമ്മുടെ അട്ടിക്കാരി ചേട്ടന്മാര് വണ്ടിക്കകത്തുണ്ട്. നമ്മളെ ഭായിയാണ്. നമ്മൾ എങ്ങോട്ടാ പോന്നെ? മണിമല എന്ന് പറയും. മണിമല ഫുള്ളിലോടെ അവിടെ നിന്ന് തന്നെയാണോ? ഒരിടത്ത് നിന്ന് ഒരു തോട്ടത്തിൽ തന്നെ. എത്ര മണിയാകുമ്പോൾ ഫ്രീ ആവണ? അവിടെ ഇന്നലെ ഫ്രീ ആയത് 4 മണി. 4 മണി നമുക്ക് നേരത്തെ ആവും. അപ്പോ ഇവിടെ വന്ന് ഒരു 6 മണി 7 മണിക്ക് നമുക്ക് ഇവിടുന്ന് പിടുത്തം വിട്ട് പോകാൻ പറ്റും. അതിന് മുമ്പ് പോകാൻ പറ്റുമായിരിക്കും അല്ലേ? ഏത് സ്ഥലത്തേക്കൊന്നും പറഞ്ഞു? സൂറത്തിലേക്കാ? അപ്പൊ നമ്മുടെ ഓട്ടം ഗുജറാത്തിലെ സൂറത്തിലേക്കാണ്. നമ്മുടെ ഇന്നലെ ഇവര് 3 മണിയൊക്കെ ആയപ്പോഴത്തേനും വണ്ടി ഫ്രീ ആക്കി വിട്ടെന്നാണ് പറഞ്ഞത്. എക്സ്പ്രസ് ലോഡായിരിക്കും. അപ്പൊ ഇന്ന് ഒരു അതിനു മുമ്പ് ഫ്രീ ആക്കി വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് വൈകുന്നേരം ഇവിടെ വന്നിട്ട് വാഴക്കുളത്ത് വന്നിട്ട് ബില്ല് കിട്ടി. ഇവിടെ സുനിലേട്ടനാണ് നമ്മുടെ ട്രാൻസ്പോർട്ട് ഓഫീസ്. സുനിലേട്ടന്റെ ഓട്ടമാണ്. അപ്പൊ വൈകുന്നേരം വന്ന് ബില്ലൊക്കെ സെറ്റ് ആക്കിയിട്ട് നമുക്ക് വെതുക്കെ ഇവിടുന്ന് പോവാം. അതിനിടയ്ക്കുള്ള കാഴ്ചകൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും. മഞ്ഞ മൂടിക്കിടക്കുന്ന പാലാ തൊടുപുഴ റോഡിലൂടെ ഒരു യാത്ര. ഞങ്ങൾ പൈനാപ്പിൾ എടുക്കാൻ വരുന്നവർക്ക് ഒരു മനോഹരമായ കാഴ്ചയാണ് ഈ റോഡ് സമ്മാനിക്കുന്നത്. എപ്പോൾ വന്നാലും, പ്രത്യേകിച്ച് ഇതിപ്പം നവംബർ ഡിസംബർ സമയത്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ഒരു കോടയുള്ള സമയമാണല്ലോ. പക്ഷെ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. കിടിലൻ കാഴ്ച. ഞങ്ങള് ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയാണ്. നമ്മുടെ ചെക്കൻ അമിഗോസ് സൂറത്തിന് പോകാനായിട്ട് പൈനാപ്പിൾ എടുക്കാനായിട്ട് മണിമലയ്ക്ക് കിഴക്ക്, മണിമലയിൽ നിന്ന് ചുങ്കപ്പാറ കോട്ടാങ്ങൽ പോകുന്ന വഴിക്കാണ് നമ്മൾ. ഇതിൻ്റെ മുകളിലാണ് പൈനാപ്പിൾ തോട്ടം. ഷട്ടിലാണ്. ചെറിയ പിക്കപ്പിൽ ഐറ്റമായിട്ട് അവർ വരും. എന്നിട്ട് നമ്മുടെ അട്ടിക്കാർ പിക്കപ്പിൽ നിന്ന് ഇതിനകത്തേക്ക് കയറ്റുന്നതായിരിക്കും ലോഡ്. അണ്ണാ, നിന്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് ജിജു. ജിജു, എവിടെ സ്ഥലം? വാഴക്കുളം. നിങ്ങൾ ക്ലാസിക്കിന്റെ സ്റ്റാഫാണോ അതോ സുനിലേട്ടൻ്റെ സ്റ്റാഫാണോ? ക്ലാസിക്കിന്റെ സ്റ്റാഫ്. അപ്പം നമ്മൾ പൈനാപ്പിളിന്റെ ഏജന്റാണ്. ക്ലാസിക്ക് വാഴക്കുളത്തുള്ള സുനിലേട്ടനാണ് നമ്മുടെ ട്രാൻസ്പോർട്ട് കൈകാര്യം ചെയ്യുന്നത്. ബായ് നാം ക്യാ ഹൈ? ഓ മണ്ഡൽ, കാർത്തിക് മണ്ഡൽ. ഓ, നിന്റെ പേര് ഒരുമാതിരി ക്രിക്കറ്റ് കളിക്കാരുടെ പേര് പോലാണല്ലോ. നിന്റെ നാടെവിടെ? നാട് कलकत्ता. ओ कलकत्ता. कितना साल हो गया इधर? इधर 7 साल. 7 साल हो गया. वो फैमिली बच्चा बच्ची सब इधर ही है? नहीं, वो 7 साल में कभी कभी आता है. ओ हो 3 महीना 4 महीना करके इधर रुकता है. बाकी घर जाता है. उधर 1 महीना 2 महीना रुक कर फिर आता है. അവന് 6 വർഷം 7 വർഷം എന്ന് പറഞ്ഞത്. അവൻ നാട്ടിലൊക്കെ പോയി ലീവിന് നാട്ടിലൊക്കെ പോയിട്ട് തിരിച്ചിവിടെ വന്ന് മൊത്തത്തിൽ അവൻ്റെ ഒരു 7 വർഷത്തെ കണക്കാണ് പറഞ്ഞത്. അവന് ഭാര്യയും പിള്ളേരും ഒന്നും ഇല്ല ഇവിടെ. അണ്ണാ പിക്കപ്പാണ് അണ്ണാ വണ്ടി? അത് അവരിങ്ങോട്ട് ഒന്ന് കൊണ്ടുവന്നോളൂല്ലോ അല്ലേ? പൈനാപ്പിളിൻ്റെ കഥ പറയാം. ആദ്യമായി പൈനാപ്പിൾ തോട്ടത്തിൽ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ 9 മാസം കഴിയുമ്പോൾ ആദ്യത്തെ വിളവ്. 50 രൂപയൊക്കെ വിലയുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ലാഭത്തിൽ വിളവെടുക്കാം. ഇപ്പോൾ 35 രൂപയാണ് റേറ്റ്. പെർ പീസ് 50-നും 60-നും ഒക്കെ പലയിടത്തും വിൽക്കുന്നത് കാണാം. ഇപ്പം മാർക്കറ്റിൽ 35 രൂപയാണ് റേറ്റ്. ഇതിൻ്റെ വിളവെടുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 മാസം കഴിയുമ്പോൾ ചക്ക വെട്ടും. ആ ചക്ക വെട്ടുമ്പം തന്നെ ആ വെട്ടിയ ഭാഗത്ത് തന്നെ 3 ചക്ക പിന്നീട് കിളിക്കും. അതിലൊരു ചക്ക നിലനിർത്തും, ബാക്കി 2 ചക്കകൾ കൊണ്ടുവന്ന് വേറെ നടും. ഒരു 4 വർഷത്തേക്ക് 5 വർഷത്തേക്കൊക്കെ ആയിരിക്കും പാട്ടത്തിന് എടുക്കുന്നത്. ചിലപ്പോൾ
പാട്ടത്തിന് 50,000 രൂപ പൈസ കൊടുക്കുന്നതോടൊപ്പം തന്നെ ഒരേക്കറിന് 40-50 രൂപ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ റബ്ബറും കൂടെ വെച്ച് പിടിപ്പിക്കാനായിട്ട് ചിലർ ലാൻഡ് ഓണേഴ്സ് പറയും. ചിലയിടത്ത് പാട്ടത്തിൻ്റെ പേയ്മെൻറ്റ് മാത്രം കൊടുത്താൽ മതി, റബ്ബർ വെക്കാൻ ചിലപ്പം ചിലർ താല്പര്യം പ്രകടിപ്പിക്കത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് പലരും വിദേശത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കിത് നോക്കി നടത്താനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളുകൊണ്ട് പലപ്പോഴും റബ്ബർ വെക്കണ്ടെന്ന് പറയും. പക്ഷേ ഇവിടെ റബ്ബർ അവർ വെക്കുന്നുണ്ട്. 4 വർഷത്തേക്ക് അവർ പൈനാപ്പിൾ കൃഷിയോടൊപ്പം തന്നെ റബ്ബറിനുള്ള വളവും മറ്റു കാര്യങ്ങളുമൊക്കെ ഇവർ തന്നെ ചെയ്തു കൊടുക്കും. അതായത് പാട്ടത്തിന് എടുക്കുന്നവർ തന്നെ. 4 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പാട്ടക്കരാർ പിന്നെ അവർ പുതുക്കത്തില്ല, ക്യാൻസൽ ചെയ്യണം, അവിടുന്ന് പോകണം. കാര്യം എന്താണെന്ന് വെച്ചാൽ പിന്നെ അവർ റബ്ബർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ റബ്ബറിനടുത്ത് പൈനാപ്പിൾ വെക്കാൻ സമ്മതിക്കത്തില്ല. കാര്യം പിന്നീട് റബ്ബറിൻ്റെ വളർച്ചയിൽ അത് ബാധിക്കും എന്നുള്ളതുകൊണ്ടാണ് പൈനാപ്പിൾ പിന്നീട് ഈ റബ്ബർ ഉള്ളിടത്ത് പിന്നീട് വെപ്പിക്കാൻ സമ്മതിക്കാത്തത്. പിന്നെ മറ്റു പല സ്ഥലങ്ങളിലേക്കും അവർ പൈനാപ്പിൾ വെക്കാനായിട്ട് പോവും. റബ്ബർ ഇല്ലാത്ത സ്ഥലം നോക്കി പോവും. അല്ലെന്നുണ്ടെങ്കിൽ റബ്ബർ പുതിയ വെക്കുന്നിടത്ത് പൈനാപ്പിൾ നടും. ഇതാണ് പൈനാപ്പിളിൻ്റെ ഒരു കഥ. ഇപ്പോൾ നമുക്കങ്ങനെ സീസണിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല, ഓൾ സീസണാണ്, എപ്പോഴും പൈനാപ്പിൾ കിട്ടും. അത് കാരണം ലോകത്തിൻ്റെ എവിടേക്കും ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിലും വാഴക്കുളത്തുനിന്ന് പൈനാപ്പിൾ കൊടുക്കാൻ കച്ചവടക്കാർ റെഡിയാണ്. പിന്നെ വിലയുടെ ഭാഗം കുറയുമ്പോഴും അതുപോലെ തന്നെ ചില സീസൺ, അതായത് ഈ മരുന്നടിച്ചാണ് നമ്മൾ ഇത് നിർത്തുന്നത്. പഴുത്തു പോകാതെ നമ്മളൊരു മീഡിയം പരുവത്തിന് നമ്മളിത് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വില കൂടുന്ന സമയത്തേക്ക് ചിലപ്പം വിളവെടുക്കാനായിട്ട് ആ രീതിയിൽ കർഷകർ മരുന്നടിച്ച് അതിനെ സെറ്റാക്കി നിർത്തുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാം. ഏകദേശം ഈ ക്ലാസിക്കിൽ നിന്ന് ഒരു ദിവസം 4-12 വീൽ ഉൾപ്പെടെ 20-22 വണ്ടിയാണ് ഒരു ദിവസം ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലേക്കും പോകുന്നത്. ക്ലാസിക് എന്ന് പറയുന്ന ഒരു ഏജൻറ്റിൻ്റെ ഓഫീസിൽ നിന്ന് എന്നുള്ളൊരു കണക്കാണ്. അപ്പം വാഴക്കുളത്ത് എത്ര ഓഫീസുണ്ട്, അപ്പോൾ ആ ഓരോ ഓഫീസിലും 20-22 വണ്ടി വെച്ച് ഒരു ദിവസം പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എത്ര സ്റ്റേറ്റിലേക്ക് ഒരു ദിവസം എത്ര വണ്ടിയാണ് പോകുന്നത്. ഇത് നമുക്ക് ഗുജറാത്തിലെ സൂറത്തിലേക്കുള്ളതാണ്. ഇന്ന് നമ്മൾ വൈകുന്നേരം ഒരു 6 മണി 7 മണിക്ക് ബില്ല് കിട്ടി ഇവിടുന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ മംഗലാപുരം കഴിഞ്ഞ് കേരളം ഓടുന്ന അത്രയും തന്നെ കിലോമീറ്റർ, ഏകദേശം ഒരു 500 സംതിങ് കിലോമീറ്റർ നമ്മൾ കർണാടകയും ഓടണം. കർണാടകയുടെ അങ്ങേ അറ്റം എന്ന് പറയുന്നത് നിപ്പാനി എന്ന് പറയുന്ന സ്ഥലമാണ്. നിപ്പാനി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കോലാപ്പൂർ മഹാരാഷ്ട്ര ബോർഡറാണ്. അങ്ങനെ കോലാപ്പൂരും കടന്ന് നമ്മൾ പൂനെ, ബോംബെ നിന്ന് നമ്മൾ താനെ കഴിഞ്ഞ് പിന്നെ നമുക്ക് ഏകദേശം ഗുജറാത്തിൻ്റെ വാപ്പിയോടടുത്തുള്ള സ്ഥലം എത്തുമ്പോഴത്തേനും നമുക്ക് ഗുജറാത്ത് ബോർഡർ കിട്ടും. അങ്ങനെ വാപ്പിയും കടന്ന് നമ്മൾ സൂറത്തിലേക്ക് ഈ ലോഡ് നമ്മൾ 3-ാമത്തെ ദിവസം നമുക്ക് ഈ ലോഡ് അവിടെ എത്തിക്കണം. എവിടെ എത്തിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂറത്തിലെത്തിക്കണം. അപ്പോൾ നാളെ പുലർച്ചെ മംഗലാപുരം പാസ്സാവും. അടുത്ത ദിവസം ഉച്ചയ്ക്ക് മുമ്പായിട്ട് ബോംബെ പാസ്സാവണം. ബോംബെയിൽ നോ എൻട്രി ഉണ്ട്. 11 മണിക്ക് ശേഷം 3 മണി വരെ വണ്ടി പകൽ കയറ്റി വിടത്തുള്ളൂ. പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ രാത്രി അതുവഴി പോകേണ്ടി വരും. നമുക്ക് മിക്കപ്പോഴും 11 മണിക്ക് ശേഷം കയറാം എന്നുള്ളൊരു സെറ്റപ്പിലാണ് നമ്മൾ ഇവിടുന്ന് എക്സ്പ്രസ് പോകുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അർദ്ധരാത്രിയോടുകൂടി നമുക്ക് സൂറത്ത് എത്താൻ പറ്റും. ഏകദേശം ഒരു വെളുപ്പിനെ ഒക്കെ മുമ്പ് കൊടുക്കണം. മാക്സിമം നമ്മൾ ഇതേവരെ പോയത് അങ്ങനെ നമുക്ക് എക്സ്പ്രസ് പൊട്ടിയിട്ടില്ല. പിന്നെ കഴിഞ്ഞ ട്രിപ്പ് എക്സ്പ്രസ് പൊട്ടി, അത് ഞങ്ങൾ 1-2 വട്ടം പ്ലേറ്റ് ഒക്കെ ഒടിഞ്ഞ് വണ്ടി വഴി കിടന്നതുമായി ബന്ധപ്പെട്ട് സമയത്ത് ലോഡ് എത്തിക്കാൻ പറ്റിയില്ല. അപ്പോൾ എക്സ്പ്രസ്സിന് നമുക്ക് പ്രത്യേക ഒരു എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട്. ലോഡിൻ്റെ വാടകയും മറ്റു കാര്യങ്ങളും ഒക്കെ നമുക്ക് 18%, 100-ന് 18 രൂപയാണ് ബാറ്റ വരുന്നത്. പിന്നെ എക്സ്പ്രസ് അത് ഓരോ സ്ഥലത്തേക്കും ഒരു 2000-ൽ കുറയാതൊരു എമൗണ്ട് എക്സ്പ്രസ് കിട്ടും. അത് 2 ഡ്രൈവർമാരുടെ വീതിച്ചെടുക്കും. പിന്നെ വാടക എന്ന് പറയുമ്പോഴത്തേന് ഏകദേശം ഒരു 80-85 രൂപ ഇവിടുന്ന് അങ്ങോട്ട് ഗുജറാത്ത് സൈഡിലേക്ക്. ഇപ്പം ദ്വരാജിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്രയൊക്കെ ഉണ്ടാവും. അപ്പോൾ പറഞ്ഞു വന്നത് തിരിച്ച് അവിടെ നമ്മൾ രാജ്കോട്ടിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് നമ്മൾ കയറുന്ന ലോഡിൻ്റെ ഒരു എമൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒരു 1,50,000 ആ ഒരു എമൗണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ ചിലവെല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊരു 15 രൂപ ഒരു ട്രിപ്പിൽ നമുക്ക് ബാറ്റ ഉണ്ട്. 2 ഡ്രൈവർമാർക്കാകുമ്പോൾ 30 രൂപ ബാറ്റ. പിന്നെ വണ്ടി ചെലവ്, പിന്നെ അതുപോലെ തന്നെ ഡീസൽ, വണ്ടിയുടെ പണി, മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു 2-2.5 ഓട്ടമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഫിനാൻസൊക്കെ ഉള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ അടഞ്ഞൊക്കെ പോവാം. പിന്നെ എപ്പോഴും നമ്മളെടുക്കുന്ന വണ്ടി നമ്മൾ തന്നെ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബാറ്റായും കൂടെ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമുക്ക് മറിക്കണമെന്നുണ്ടെങ്കിൽ മറിക്കാൻ പറ്റും. മാക്സിമം മറ്റുള്ളവരെ വണ്ടി ഏൽപ്പിച്ചിട്ട് നമ്മൾ ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണാതിരിക്കാൻ എല്ലാവരും ശ്രമിക്കുക. ഇതിൻ്റെ ഒരു ഫീൽഡെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. കാര്യം പല രീതിയിലുള്ള ചതിവ് പലർക്കും പറ്റിയിട്ടുണ്ട്, ഇനിയും പറ്റാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മളൊരു വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വണ്ടിയിൽ നമ്മൾ തന്നെ
ഒരു ഡ്രൈവറായിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരുപാട് കാഴ്ചകൾ ഉണ്ട്. ആ കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് ഞാൻ ഉറപ്പായിട്ടും എത്തിക്കും. മണിമലയിൽ നിന്ന് വണ്ടി എടുത്തു കഴിഞ്ഞാൽ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് മണിമലയാറാണ്. ഈ മണിമലയാറ് കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ ഏകദേശം ഈ റോഡും കവിഞ്ഞൊഴുകി അവിടെ നിൽക്കുന്ന പോസ്റ്റിൻ്റെ ഒരു പകുതി ഉയരത്തിൽ വെള്ളം എത്തിയെന്ന് നമ്മുടെ ആട്ടിക്കാർ പറഞ്ഞപ്പോഴേ സത്യത്തിൽ വിശ്വസിക്കാൻ വളരെ പ്രയാസമുണ്ടായിരുന്നു. അന്ന് അപ്പുറത്തുള്ളൊരു സ്ഥലത്ത് അവർ പൈനാപ്പിൾ കയറ്റാൻ പോയിട്ട് അവിടെ നിന്ന് കണ്ട കാഴ്ചയാണ്. അവർക്ക് വണ്ടി ഇറക്കാൻ പറ്റാത്ത അത്രയും ഭീതിയിലായിരുന്നു ആ വെള്ളപ്പൊക്കം വന്നതെന്ന് നമ്മുടെ അട്ടിക്കാർ പങ്കുവച്ചു. അങ്ങനെ നമ്മുടെ യാത്ര ബില്ലും കിട്ടി. ഏകദേശം ഒരു വൈകുന്നേരം ഒരു 8 മണിയായി ബില്ല് കിട്ടി. നമ്മൾ വാഴക്കുളത്തു നിന്ന് പുറപ്പെടുമ്പോൾ ഒറ്റയ്ക്കാണ് യാത്ര തുടങ്ങിയത്. എങ്കിലും 3 പീടിക കഴിഞ്ഞിട്ട് കണ്ണൂരിലേക്കൊരു സുഹൃത്തിനെ കിട്ടി. കണ്ണൂർ ഒരാവശ്യവുമായി ബന്ധപ്പെട്ട് പോയ നമ്മുടെ ഒരു സുഹൃത്താണ്. അവനെ അവിടെ ഇറക്കണം എന്നുള്ളത് കൊണ്ട് അവനെ കൂടെ കൂട്ടി. പിന്നുള്ള നമ്മുടെ സെക്കൻഡ് ഡ്രൈവർ കണ്ണൂരിൽ നിന്നാണ് കയറുന്നത്. അതുവരെ അവനുമായിട്ട് വർത്തമാനം പറഞ്ഞിങ്ങനെ ഹൈവേയുടെ ഭംഗി കണ്ടിങ്ങനെ യാത്ര പോവുകയാണ്. എക്സ്പ്രസ്സിനെ കുറിച്ച് പറയാം. എക്സ്പ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട വാഴക്കുളത്തു നിന്ന് പോകുന്ന എല്ലാ പൈനാപ്പിൾ ലോഡും എക്സ്പ്രസ് തന്നെ ആയിരിക്കും. ഒന്ന്, ഇത് വണ്ടിയിലിരുന്ന് ചൂടടിച്ച് കഴിഞ്ഞാൽ പഴുക്കും. അതുപോലെ തന്നെ പഴുത്ത് കഴിഞ്ഞാൽ അവിടെ എത്തിയിട്ട് യാതൊരുവിധ പ്രയോജനവും ഡീലർമാർക്കില്ല. 2, എക്സ്പ്രസ് നമ്മൾ ഓടുമ്പോൾ ഓരോ സ്റ്റേറ്റിലേക്കും നമുക്ക് ഒരു എക്സ്പ്രസ് ക്യാഷ് കിട്ടും. അത് മുതലാളി വാടകയുടെ കൂട്ടത്തിൽ എടുക്കത്തില്ല. വാടക കഴിഞ്ഞിട്ട് വരുന്ന എക്സ്പ്രസ് ചാർജ് ഡ്രൈവർമാർ കഷ്ടപ്പെടുന്നതുകൊണ്ട് ഡ്രൈവർമാർക്ക് വീതിച്ചെടുക്കാം. അത് ഈ പൈനാപ്പിൾ ലോഡിൻ്റെ ഒരു പ്രത്യേകതയാണ്. മറ്റൊരു ലോഡിനും അങ്ങനൊരു ചാർജ് ഇല്ല. പിന്നെ മുതലാളിമാർ ചിലയിടത്ത് നമ്മൾ ലോഡ് ഇറക്കാനും കയറ്റാനും ഒക്കെ കൂടുമ്പോൾ ഒരു വഴിച്ചെലവ് എന്നുള്ള രീതിയിൽ ഒരു 10,000-2,000 രൂപയൊക്കെ തരുന്ന ഫ്രണ്ട്സിൻ്റെ ട്രാൻസ്പോർട്ടിലൊക്കെ അങ്ങനെ ഒരു രീതിയുണ്ട്. അത് 6 വീലല്ല, 12 വീലാണ്. ഞാൻ ഫ്രണ്ട്സിൽ വർക്ക് ചെയ്തുകൊണ്ടാണ് എനിക്കത് അറിയാൻ സാധിച്ചത്. അതൊരു അനുഗ്രഹമാണ്. നമുക്ക് അവിടെ വഴിച്ചെലവ് അങ്ങനെ അങ്ങ് പോവും ശമ്പളത്തിന് പുറമെ. ഇതും ഈ എക്സ്പ്രസ് ചാർജ് 2,500 രൂപയാണ് സൂറത്ത് വരെ. ബില്ല് കിട്ടി 8 മണിക്ക് പുറപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ലക്ഷ്യമുണ്ട്. എക്സ്പ്രസ്സിൽ ഒരു 12 മണിയാകുമ്പോൾ കോഴിക്കോട് എത്തണം. അവിടുന്ന് ഒരു 4 മണിയോടടുത്ത് മാഹി എത്തണം. ഒരു 5:30-6 മണിക്കുള്ളിൽ മംഗലാപുരം പാസ്സാവണം. അങ്ങനെ ഇത് നമ്മുടെ സുഹൃത്തിനെ രാത്രി തന്നെ കിട്ടി. കണ്ണൂർ എത്തുന്ന മുമ്പ് കോഴിക്കോട് കഴിഞ്ഞ് കൊയിലാണ്ടി എത്തിയപ്പോൾ ഞാൻ വണ്ടി കൊടുത്തു. മറ്റേ നമ്മുടെ സുഹൃത്തിനെ കണ്ണൂർ ഇറക്കി. സത്യത്തിൽ ഇവന് കൊയിലാണ്ടിയിൽ വണ്ടി ഓടിക്കാൻ കൊടുത്തിട്ട് ഞാൻ കിടന്നൊരു ഉറക്കം ഉറങ്ങിയിട്ട് എഴുന്നേറ്റപ്പോൾ കണ്ട കാഴ്ചയാണ് ഇത്. മംഗലാപുരം സിഗ്നലെല്ലാം പാസ്സായി. ഉടുപ്പി ആദ്യത്തെ ടോളും കഴിഞ്ഞ് ഉടുപ്പി ലക്ഷ്യമാക്കി വണ്ടി പോവുകയാണ്. ഇനി ഉടുപ്പിയും കഴിഞ്ഞ് നമുക്ക് അങ്കോള എത്തണം. എക്സ്പ്രസ് ഓട്ടം തുടങ്ങിയാൽ വാഴക്കുളം കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂവാറ്റുപുഴ, പെരുമ്പാവൂർ, കാലടി, അങ്കമാലി ഇതിനിടയ്ക്ക് നല്ല ബ്ലോക്ക് ആയിരിക്കും. അങ്ങനെ അങ്കമാലി എത്തിക്കഴിഞ്ഞാൽ അങ്കമാലിയിൽ നിന്ന് പോട്ട കഴിഞ്ഞ് 3 പീടികയ്ക്കുള്ള സർവീസ് റോഡ് എത്തുന്നതിനിടയ്ക്ക് 1-2 പാലം പണിയായത് കാരണം ബ്ലോക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അവിടുന്ന് പോട്ട കഴിഞ്ഞ് ഒരു ബ്രിഡ്ജ് എത്തും. ബ്രിഡ്ജിൻ്റെ സർവീസ് റോഡ് ഇറങ്ങി വേണം ലെഫ്റ്റിലേക്ക് നമുക്ക് ഇരിഞ്ഞാലക്കുട കൂടി 3 പീടിക എത്താൻ. അതിനു മുമ്പ് വേണ്ടേ ഈ കാണുന്ന മനോഹരമായ കാഴ്ച ഒന്ന് വിവരിക്കേണ്ടതായിട്ടുണ്ട്. മംഗലാപുരം അങ്കോള റോഡിൽ കിട്ടുന്ന മരവന്തെ ബീച്ച്. മരവന്തെ ബീച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാഷണൽ ഹൈവേയോട് ചേർന്നാണ് ഈ ബീച്ച് കിടക്കുന്നത്. എപ്പോൾ പോയാലും ഒരുപാട് വണ്ടികൾ സൈഡിൽ പാർക്ക് ചെയ്തത്. ഡേയിലാണെങ്കിലും നൈറ്റിലാണെന്നുണ്ടെങ്കിലും ചിലർ ആഹാരം വെക്കും, ചിലർ കിടന്നുറങ്ങും, ചിലർ കാറ്റ് കൊള്ളും, ചിലർ കടലിലിറങ്ങും. അങ്ങനെ ട്രക്കുകാരുടെ ഒരു പാർക്കിംഗ് സ്പോട്ടെന്ന് പറയാം ഈ ഒരു മരവന്തെ ബീച്ച്. ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ മരവന്തെ ബീച്ചിൻ്റെ ഫുൾ വീഡിയോയും അതുപോലെ തന്നെ ഷോർട്സ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ മോണിറ്റൈസേഷൻ ആയതിന് ശേഷം ആദ്യമായിട്ടാണ് നമ്മൾ ഈ വഴിക്ക് പോകുന്നത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്തായാലും മനോഹരമായ മരവന്തെ ബീച്ച് ഒന്ന് കാണാനുണ്ട് എന്തൊക്കെയായാലും. അപ്പോൾ എക്സ്പ്രസ് ലോഡിൻ്റെ കണ്ടിന്യൂ നമുക്ക് പറയാം. ഇരിഞ്ഞാലക്കുട കഴിഞ്ഞ് 3 പീടിക എത്തി. 3 പീടികയിൽ നിന്ന് വലത്തേക്കാണ് നമുക്ക് കോഴിക്കോടിന് പോകാനുള്ളത്. കോഴിക്കോട് ലക്ഷ്യമാക്കി പോകുന്ന ഒരു പോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മാക്സിമം ഒരു 70 സ്പീഡാണ് അശോക് ലേലൻഡിൻ്റെ വണ്ടിക്ക്. 70-ന് മേളിലൊക്കെ പോകും. എന്നാലും ഒരു കൺട്രോളിങ് സ്പീഡെന്നൊക്കെ പറഞ്ഞാൽ ഒരു 65-70 മാന്യമായിട്ടുള്ള സ്പീഡ്. പക്ഷെ നമുക്ക് പൊന്നാനിക്ക് അടുത്ത് വരെ ആ ഒരു സ്പീഡിൽ നമുക്ക് എന്തായാലും എക്സ്പ്രസ് ഓടാൻ പറ്റില്ല. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരക്ക്
ബ്ലോക്ക്, പിന്നെ റോഡ് പണി, ഇതെല്ലാം കൂടെ ആകെ ബുദ്ധിമുട്ടാവും. 100 ഈ രാത്രിയിലൊക്കെ വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ആക്സിഡൻറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനിടയ്ക്ക് തേണ്ട ഇതാണ് നമ്മുടെ അർജുൻ്റെ വണ്ടി പോയ സ്പോട്ട്. ദക്ഷിണ കന്നഡയിലെ അങ്കോളയ്ക്കടുത്തുള്ള ഈ ഒരു ശിരൂർ എന്ന് പറയുന്നൊരു സ്ഥലം, അതാണ് ഇപ്പം നമ്മൾ പാസ്സായത്. ഓക്കെ, അപ്പോൾ ഈ റോഡെന്ന് പറയുന്നത് നമ്മൾ യെല്ലാപ്പൂർ റോഡ് കയറി. യെല്ലാപ്പൂർ റോഡെന്ന് പറഞ്ഞാൽ അങ്കോളയിൽ നിന്ന് ഹുബ്ബള്ളിക്ക് ഉള്ള ഒരു പാതയാണ്, ഒരു കാനന പാതയാണ് ഇത്. യെല്ലാപ്പൂർ ചുരം ഇതിനിടയ്ക്കാണ്. ഏകദേശം ഒരു 40 കിലോമീറ്ററോളം യാത്ര ചെയ്താലേ നമുക്ക് ഈ ചുരം ഒന്ന് കയറി ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അതിദുർഘട പാതയെന്ന് പറയാം. ഒരുപാട് വാഹനങ്ങളൊക്കെ പലപ്പോഴായിട്ടും പല രീതിയിൽ മറിഞ്ഞു കിടക്കുന്ന കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. കാനനപാത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം മാന്, കുറുക്കൻ അങ്ങനെയുള്ള ചെറിയ ചെറിയ സംഗതികളൊക്കെ ഉള്ളൂ. പക്ഷെ ഇവിടെ കരടിയുടെയും ആനയുടെയൊക്കെ പാസേജിൻ്റെ ഫോട്ടോ ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഇത്രയും പോക്ക് പോയിട്ട് ഇതുവരെ ആനയോ അല്ലെങ്കിൽ ഒന്നിനും കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ റൈഡിങ് ആസ്വദിക്കുന്നവർക്ക് കാടും മലയൊക്കെ താണ്ടി അടിപൊളിയായിട്ട് റൈഡ് ചെയ്യാൻ പറ്റിയൊരു കിടുക്കൻ സ്പോട്ട് തന്നെ എന്ന് പറയാം ഈ ഒരു പള്ളി റോഡ്. ആകെ ഒരു നമുക്ക് കാനനപാത ഫീൽ ചെയ്യുന്നത് ഈ റോഡിൽ അങ്കോളയിൽ നിന്ന് ഹുബ്ബള്ളി വരെയുള്ള ഈ ഒരു റോഡാണ്. പിന്നെ ധാർവാഡ് കയറി, ധാർവാഡിൽ നിന്ന് നമ്മൾ പിന്നെ സത്താറ കൂടി അങ്ങനെ അങ്ങ് പോകും. അതൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നാലുവരിപ്പാതയും എന്ന് തന്നെ പറയാം. ഇതാണ് ധാർവാഡിൽ നിന്ന് നമ്മൾ സത്താറായ്ക്കുള്ള റോഡ്. ഇത് അത്ര നാഷണൽ ഹൈവേ ആണെന്നുണ്ടെങ്കിലും ഇടയ്ക്ക് പൊട്ടിയും പൊളിഞ്ഞും കിടക്കുകയാണ്. റൈഡിങ് ദുഷ്കരമാണ് എന്തൊക്കെ പറഞ്ഞു പറയാൻ. കാര്യം ഇത്രയും എക്സ്പ്രസ് ഓടുന്ന സമയത്ത് പെട്ടെന്നൊരു കട്ടർ വരുമ്പോഴത്തേനും നമുക്ക് ചവിട്ടിയാൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല. അപ്പോൾ ഒന്നെങ്കിൽ ചിലപ്പം അത് ചാടി പോകും, ചിലപ്പോൾ അത് വീഴും. അങ്ങനെയൊക്കെയാണ് ഈ പലപ്പോഴും പട്ടയൊക്കെ പൊട്ടുന്നത്. അപ്പോൾ പൊന്നാനി ഏകദേശം കയറി കഴിഞ്ഞാൽ നമുക്ക് നൂത്ത് വിടാം. എക്സ്പ്രസ് ഓടുന്ന ഡ്രൈവർമാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, നൂത്ത് വിടുന്ന സമയത്ത് പെട്ടെന്ന് ഫ്രണ്ടിലുള്ള വണ്ടികളൊക്കെ ബ്രേക്ക് പിടിക്കുമ്പോഴത്തേനും നമ്മുടെ കേരളത്തിലൂടെയുള്ള നാഷണൽ ഹൈവേയിൽ ബ്രേക്ക് ചിലപ്പോൾ പിടിച്ചാൽ കിട്ടണമെന്നില്ല. നമ്മൾ റീൽസിലും വാർത്തയിലും ഒക്കെ ഒരുപാട് ഇടി നമ്മൾ കാണുന്നുണ്ട്. ഇടിച്ചിട്ട് ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്. അത് റോഡിൻ്റെ സാങ്കേതികത്വത്തെക്കുറിച്ച് ഒക്കെ പലരും കംപ്ലൈൻറ്റ് പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും പക്ഷെ അങ്ങനല്ല. അവിടെ പോകുന്ന ഓവർ സ്പീഡിൽ നമുക്ക് പെട്ടെന്നൊരു അശ്രദ്ധ മൂലമൊക്കെ ഉണ്ടാകുന്ന അപകടങ്ങളാണ് പലപ്പോഴും അപകടങ്ങളായി മാറുന്നത്. അപ്പോൾ ഇത് ധാർവാഡിൽ നിന്ന് സത്താറായ്ക്കുള്ള റോഡിൽ നമുക്ക് മെയിനായിട്ട് രാത്രി കിട്ടുന്ന ഒരു കോടയുണ്ട്. കോട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ കോട വരും, എപ്പോൾ കോട മാറുമെന്ന് പറയാൻ പറ്റത്തില്ല. അത് രാത്രിയിൽ ഉറക്കം ഉളച്ച് ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവർമാരെ സംബന്ധിച്ച് പെട്ടെന്ന് കോട വന്ന് കയറുമ്പോഴത്തേനും, പ്രത്യേകിച്ച് ഈ റോഡും കൂടെ മോശമായി കിടക്കുന്നത് കൊണ്ടും പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്ക് ഡീവിയേഷൻ്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി പോയില്ല എന്നുണ്ടെങ്കിൽ ആക്സിഡൻറ്റ് ഉറപ്പാണ്. നമുക്ക് ഈ 60-65 സ്പീഡിലെങ്കിലും പോയാലേ നമുക്ക് മൂന്നാമത്തെ ദിവസം വെളുപ്പിനെ നമുക്ക് ഈ വണ്ടി അഹമ്മദാബാദ് അല്ലെന്നുണ്ടെങ്കിൽ ഗുജറാത്തിൻ്റെ ഏത് മേഖലയാണോ ആ മേഖലയിലേക്ക് നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ. ചിലത് നമുക്ക് വളരെ ഇപ്പം വാപ്പിയോടെ അടുത്ത് സൂറത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ, വാപ്പി കഴിഞ്ഞ് സൂറത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് പെട്ടെന്ന് എത്താം. പക്ഷേ സൂറത്ത് കഴിഞ്ഞിട്ട് ദ്വരാജി അതുപോലെ തന്നെ അഹമ്മദാബാദ് സൈഡൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ എക്സ്പ്രസ്സിന് ടൈം കിട്ടുന്ന ഒരേ ടൈം ആയിരിക്കും, ചിലപ്പോൾ നമുക്ക് ഓടിയെത്താൻ ചിലപ്പം പറ്റിയെന്ന് വരത്തില്ല. ഇതൊരു തുരങ്കമാണ്. ഈ തുരങ്കം എന്ന് പറയുന്നത് പൂനെ എത്തുന്നതിന് മുമ്പ് കിട്ടുന്ന ഒരു തുരങ്കമാണ്. നൈറ്റ് വിഷനാണ്, കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല, എന്നാലേ കൊള്ളാം, കുഴപ്പമില്ല. പൂനെ എത്തുന്നതിന് മുമ്പ് കിട്ടുന്നൊരു തുരങ്കമാണ്. അപ്പോൾ നമ്മൾ ഈ വഴികളൊക്കെ കണ്ട് ആസ്വദിച്ച് മനോഹരമായി ഉറക്കം ഉളച്ച് രാത്രിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പം കൂടെയുള്ള നമ്മുടെ കൂട്ടുകാരെ നല്ല ഉറക്കമായിരിക്കും. കാര്യം ഒരു 6 മണിക്കൂറൊക്കെയാണ് നമ്മുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ മടുക്കും. 6 മണിക്കൂർ കഴിയുമ്പോഴത്തേനും അടുത്ത ആൾക്ക് നമ്മൾ വണ്ടി ഏൽപ്പിച്ചാൽ നമുക്ക് സുഖമായിട്ട് ഒരു 6 മണിക്കൂർ റെസ്റ്റ് എടുക്കാം. 6 മണിക്കൂറിൽ ചിലപ്പോൾ 3 മണിക്കൂറൊക്കെ ഉറക്കം കിട്ടത്തുള്ളൂ. അത് ഈ എക്സ്പ്രസ് ഓടുന്ന ഡ്രൈവർമാരെല്ലാവരും അങ്ങനെ തന്നെയാണ്. ഒരു 6 മണിക്കൂർ, ഏറ്റവും കുറഞ്ഞൊരു 6 മണിക്കൂർ ദൈർഘ്യം. ചിലപ്പോൾ അതിലും കുറച്ച് ഓടുന്നവരൊക്കെ ഉണ്ടാവും, അതിലും കൂടുതൽ ഓടുന്നവരുണ്ടാവും. പക്ഷേ നമ്മൾ 8 മണിക്കൂർ ഓടിച്ച് കൊടുത്താൽ നമ്മുടെ കൂടെയുള്ള ആൾ 8 മണിക്കൂർ തിരിച്ച് നമുക്ക് ഓടിച്ച് തരണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം അവരൊരു 4 മണിക്കൂർ കഴിഞ്ഞ് അവന് ഉറക്കത്തിൻ്റെ മുടിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ പണിയെടുക്കേണ്ടി വരും. അത് മാത്രമല്ല ഈ വണ്ടി എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കുറേ ക്ഷീണങ്ങൾ അനുഭവപ്പെടും. അത് ഓടി എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 2 ദിവസത്തേക്ക് ചിലപ്പം ശരീരം പൊങ്ങാത്തത്ര ചിലപ്പം വേദനയും മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇത് രണ്ടാമത്തെ ഒരു തുരങ്കമാണ്.
പൂനെ എത്തുന്നതിന് മുമ്പുള്ള രണ്ടാമത്തെ ഒരു തുരങ്കം. ധാർവാഡ് കഴിഞ്ഞാൽ ധാർവാഡിൽ നിന്ന് ബെൽഗാവി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ബെൽഗാവി കഴിഞ്ഞിട്ടാണ് നിപ്പാനി വരുന്നത്. നിപ്പാനി കർണാടകയുടെ ബോർഡറാണ്. നിപ്പാനിലൊരു ബോർഡർ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നമ്മൾ വണ്ടി നിർത്തി നമ്മുടെ ബിൽ ഡീറ്റെയിലൊക്കെ കാണിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് മഹാരാഷ്ട്രയുടെ ഒരു ബോർഡർ ചെക്ക് പോയിൻ്റ് ഉണ്ട്. അത് കോലാപ്പൂർ എന്ന് പറയും. അപ്പോൾ മെയിനായിട്ട് ഈ ധാർവാഡ് നിപ്പാനി റോഡാണ് ആദ്യം വരുന്ന റോഡ്. അതായത് ഹുബ്ബള്ളി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റോഡ്. പിന്നീടാണ് കോലാപ്പൂരിൽ നിന്ന് സത്താറയിൽ നിന്ന് പൂനെ രാവിലെ വെളുപ്പിനെ പൂനെ പാസ്സാവണം. ഇല്ലെന്നുണ്ടെങ്കിൽ 11 മണി കഴിഞ്ഞ് കഴിഞ്ഞാലേ പിന്നെ ബോംബെയിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ 11 മണിയിലേക്ക് മുമ്പ് നമ്മൾ പകലാണ് പൂനെയിൽ ഓടിയെത്തുന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് ബ്ലോക്ക് ചെയ്യും. ആ ബ്ലോക്ക് ചെയ്തിട്ട് ഏകദേശം ഒരു 50 കിലോമീറ്ററോളം ഓടിയിട്ട് വേണം നമ്മൾ ഈ പൂനെ ബോംബെ എക്സ്പ്രസ് ഹൈവേയിലേക്ക് കയറാൻ. അപ്പോൾ ആ എക്സ്പ്രസ് ഹൈവേയും താണ്ടി നമ്മൾ ബോംബെ എത്തുമ്പോഴത്തേനും ഒരു സമയമാവും. അപ്പോൾ വെളുപ്പാൻ കാലത്ത് തന്നെ എക്സ്പ്രസ് ഓടുന്നവർ പൂനെ പാസ്സാവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ബോംബെക്കുള്ള ലോഡല്ല, ഗുജറാത്ത് അഹമ്മദാബാദോ അല്ലെങ്കിൽ സൂറത്തിലേക്കുള്ള ഓട്ടത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. കാര്യം 3-ാം ദിവസമാണ് നമ്മളവിടെ എത്തുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും പൂനെ വെളുപ്പിനെ പാസ്സാണ്. ഞങ്ങൾക്ക് ഈ പോക്കിന് പൂനെ ഞങ്ങൾ വെളുപ്പിനെ പാസ്സായി. ഏകദേശം ഞങ്ങൾ പൂനെ ബോംബെ എക്സ്പ്രസ് ഹൈവേയിൽ കയറി പനവേൽ എത്തിക്കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കുന്നത്. പിന്നെ ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 11 മണി കഴിയും. 11 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബോംബെയിലേക്ക് പ്രവേശിക്കാം. ബോംബെ നഗരത്തിലൂടെ ഉള്ള ഒരു യാത്ര, അത് ഐരോളി വഴി താനയ്ക്കാണ്. ആ താന വരെ 11 മണിക്ക് മുമ്പ് നോ എൻട്രി ആണ്. അങ്ങനെ എക്സ്പ്രസ് പോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുട്ടിയില്ല എന്നുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ പോകേണ്ടി വരും. ചിലയിടത്ത് ബ്ലോക്ക് കിട്ടി ലേറ്റ് ആകുമ്പം വിട്ടടിച്ച് പോകുന്ന റൂട്ടിൽ നമ്മൾ വളരെ സ്പീഡിലായിരിക്കും പോകുന്നത്. അങ്ങനെ വിട്ടടിച്ച് പോകാൻ പറ്റിയൊരു റൂട്ട് തന്നെയാണ് ധാർവാഡിൽ നിന്ന് ഏകദേശം പൂനെയിൽ നിന്ന് എക്സ്പ്രസ് ഹൈവേ കയറി നമ്മൾ ബോംബെയിലേക്ക് എത്തുന്നത്. ഇത് ഡ്രൈവർമാരുടെ പേടി സ്വപ്നമായ കണ്ടാള ചുരം ഇറങ്ങുന്നൊരു കാഴ്ചയാണ്. ഏത് വണ്ടിയാണെന്നുണ്ടെങ്കിലും ടോപ്പ് ഗിയറിൽ ഇതിലിറങ്ങി പോയി കഴിഞ്ഞുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ടയർ ചൂടാവും, പുക വരും. ചവിട്ടി ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നിന്ന് കത്തും വണ്ടി. അപ്പം ഏതൊരു ഡ്രൈവറുടെയും പേടി സ്വപ്നമാണ് ഈ കണ്ടാള ചുരം. അതുപോലെ എക്സ്പീരിയൻസ് ഉള്ളവരാണ് ആ ചുരം ഇറക്കുന്നത്. അപ്പോൾ കണ്ടാള ചുരം കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു ടണലാണ്. അങ്ങനെ ഈ പൂനെ ബോംബെ എക്സ്പ്രസ് ഹൈവേയിൽ നിരവധി ടണലുകളുണ്ട്. ഗാർഡ് റോഡാണ് പൂനെ നിന്ന് അങ്ങോട്ട് തുടങ്ങി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗാർഡ് റോഡ് ഒരുപാട് കിട്ടും. അതിനിടയ്ക്കാണ് ഈ കണ്ടാള ചുരമൊക്കെ വരുന്നത്. അങ്ങനെ നമ്മൾ പനവേലെത്തി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഐരോളി വഴി നമ്മൾ താനെ എത്തുന്നു. താനേന്ന് പിന്നെ വാപ്പി വരെ ഒറ്റ റോഡാണ്, കോൺക്രീറ്റ് റോഡാണ്. രാത്രിയിലാണെന്നുണ്ടെങ്കിലും പകലാണെന്നുണ്ടെങ്കിലും വിട്ടടിച്ച് പോകാനൊന്നും പറ്റത്തൊന്നുമില്ല. കാര്യം ഇടയ്ക്കിടയ്ക്കൊക്കെ ഡിപ്പുണ്ട്, ഹമ്പുണ്ട്, പിന്നെ അതുപോലെ തന്നെ റോഡ് പൊളിഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് വാപ്പി വരെ കുറച്ച് ബുദ്ധിമുട്ടാണ് എത്താൻ. എന്നാലും തിരക്കില്ല എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. തിരക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരക്ക് കിട്ടും. ഈ റോഡ് പണിയൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതായത് അങ്ങോട്ട് കയറുന്നതിന് തൊട്ട് മുമ്പ് ഒരു ചെറിയൊരു ചുരം കിട്ടും. നമ്മുടെ താനെ വാപ്പി റോഡിനിടയ്ക്ക് അവിടെ പലപ്പോഴും മണിക്കൂറുകളോളം ആൾക്കാർ ബ്ലോക്കിൽ കിടന്നിട്ടുണ്ട്. അപ്പോൾ ഈ എക്സ്പ്രസ് ഓടുന്നവരുടെ എല്ലാം ഒരു പേടി സ്വപ്നമാണ് ഇതുപോലൊരു ബ്ലോക്കിൽ മണിക്കൂറുകളോളം കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ വണ്ടിക്കകത്ത് പാഴ്സൽ ഐറ്റംസ് ഒക്കെ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ബ്ലോക്കിൽ കിടന്നാലും വലിയ ബുദ്ധിമുട്ട് തോന്നത്തില്ല. പക്ഷെ നമ്മൾ പൈനാപ്പിളുമായിട്ട് അങ്ങോട്ട് പോകുമ്പം ബ്ലോക്ക് കിട്ടിയാൽ വലിയ പാടാണ്. ടൈം കഴിയും തോറും പൈനാപ്പിൾ പഴുക്കാൻ തുടങ്ങും. അപ്പോൾ അവിടെ ചെല്ലുന്നതിന് മുമ്പ് പൈനാപ്പിളിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. അതായത് 12 മണിക്കൂറും ഏകദേശം അതിന് മുകളിലുമൊക്കെ ഈ കണ്ടാളയിലും അതുപോലെ തന്നെ ഈ താനെ വാപ്പി റോഡിലുമൊക്കെ കിടന്ന ഒരുപാട് ചരിത്രങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് അവസ്ഥകൾ, കഥകൾ നമ്മുടെ ഡ്രൈവർമാർക്ക് പറയാനുണ്ടാവും.
ബോംബെ നഗരത്തിലൂടെയുള്ള ഒരു യാത്ര. നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഇത്രയും വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ 11 മണിക്ക് ശേഷം നമുക്ക് ടൗണിലേക്ക് പ്രവേശിക്കാനുള്ള സമയം, ആ സമയത്തെ തിരക്കാണ് ഇത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ 11 മണിക്ക് മുമ്പുള്ള തിരക്ക് എന്തായിരിക്കും? അതുപോലെ തന്നെ നോ എൻട്രി ടൈം കഴിഞ്ഞാലും ഇവിടെ തിരക്കിനൊരു കുറവും വരുന്നില്ല. ഓഫീസിൽ പോകുന്നവർ, അതുപോലെ തന്നെ ഓഫീസിൽ നിന്ന് മടങ്ങുന്നവർ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകുന്നവർ, പല പല ജോലി സ്ഥലങ്ങളിലേക്ക് പോകുന്നവർ, അങ്ങനെ ആകെ ഒരു പൊടിമയമാണ്. പൊടിമയം എന്ന് പറഞ്ഞാൽ ഒരു തിരക്ക് പിടിച്ച ഒരു സ്ഥലം തന്നെയാണ് ബോംബെ. നമ്മൾ എപ്പോഴും ബോംബെ ഒന്ന് പാസ്സായി കിട്ടുക എന്ന് പറഞ്ഞാൽ നിസ്സാര കിലോമീറ്റർ ഉള്ളൂ. ഐരോളിൽ നിന്ന് താനെ എത്തുന്ന കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒരു 30 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 40 കിലോമീറ്റർ ചോടേ ഉള്ളൂ, അല്ലെ 50 കിലോമീറ്റർ ചോടെ. പക്ഷെ അതൊക്കെ 2-3 മണിക്കൂറൊക്കെ താണ്ടി ചിലപ്പം പോകേണ്ടി വന്നിട്ടുണ്ട്. ഇത് താനേന്ന് വാപ്പിക്കുള്ള റോഡാണ്. താനേന്ന് വാപ്പിക്കുള്ള റോഡിലും നമുക്കൊരു ഘാട്ട് റോഡ് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ നോക്കി കഴിഞ്ഞാൽ വലിയ മലനിരകളൊക്കെ കാണാം. പക്ഷേ കാട്ടുമൃഗങ്ങളെ ഒന്നും ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. സൈഡിലൊക്കെ പല പല ബോർഡുകളും വെച്ചിട്ടുണ്ട്, കരടിയുടെ, ആനയുടെയും, സിംഹത്തിൻ്റെയും, പുലിയുടെയൊക്കെ. പക്ഷേ നമുക്കൊന്നിനെ ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. ഈ കോൺക്രീറ്റ് റോഡിൻ്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ചിലയിടത്തൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക എന്ന് പറഞ്ഞാൽ ഒരു പാച്ച് വർക്കിൻ്റെ ഭാഗമായിട്ട് പലയിടത്തും പണിഞ്ഞിട്ടേക്കുന്ന ആ വർക്ക് വളരെ മോശമാണ്. നമ്മൾ സ്പീഡിൽ പോകുമ്പോഴത്തേനും ചിലപ്പം ചവിട്ടിയാൽ കിട്ടത്തില്ല. സൈൻ ബോർഡുകളൊക്കെ പലതും കാണാം. അതായത് നിങ്ങൾ കല്യാണം കഴിച്ചവരാണെന്നുണ്ടെങ്കിൽ സ്പീഡ് ഡിവോഴ്സ് ചെയ്യാനെന്നൊക്കെ പറഞ്ഞ് നല്ല വെറൈറ്റി ക്യാപ്ഷനുകളൊക്കെ നമുക്ക് വഴിയോരങ്ങളിൽ കാണാം. പിന്നെ അതുപോലെ തന്നെ സ്പീഡ് ബ്രേക്ക്, പിന്നെ നമ്മുടെ ഡ്രൈവിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ക്യാപ്ഷൻസുകൾ നമുക്ക് വഴിയിൽ കാണാം. അതൊക്കെ വായിച്ചു പോകുന്ന ഒരു രസമാണ്. അപ്പോൾ നമ്മുടെ പങ്കാളി വണ്ടി എടുത്തു. ഞങ്ങളിങ്ങനെ മാറിയും തിരിഞ്ഞൊക്കെ ഞങ്ങളിങ്ങനെ വണ്ടി ഓടിച്ച് സൂറത്ത് ലക്ഷ്യമാക്കി പോവുകയാണ്. തണുപ്പുണ്ടായിരുന്നു. തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം വിട്ട് കഴിഞ്ഞാൽ ഏകദേശം എല്ലാപ്പൂരി ചുരം കയറി കഴിഞ്ഞാൽ പിന്നെ തണുപ്പാണ്. പിന്നെ ഇപ്പോൾ ഒരു നവംബർ ഡിസംബർ സമയം എന്നൊക്കെ പറഞ്ഞാൽ മൊത്തത്തിൽ തണുപ്പുള്ള സമയമല്ലേ. അപ്പോൾ അത് കാരണം ഹെവി തണുപ്പാണ്. അപ്പോൾ സൂറത്തിലെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. അവിടെ ചെല്ലുമ്പോഴേ സൂറത്തിലെ അവസ്ഥ അറിയത്തുള്ളൂ. വഡോദരയിൽ ഞങ്ങൾ കഴിഞ്ഞ ലോഡ് പോയപ്പോഴത്തേനും ഏകദേശം ഒരു 18 ഡിഗ്രി സെൽഷ്യസ് തണുപ്പുണ്ടായിരുന്നു. അത് നല്ല കിടിലൻ തണുപ്പായിരുന്നു. അന്ന് സെറ്ററൊന്നും ഇല്ലാതുള്ളൊരു പോക്കായിരുന്നു. ഇതാണ് വാപ്പിന്ന് സൂറത്തിലേക്കുള്ള നാഷണൽ ഹൈവേ. ഗുജറാത്തിലെ ഏറ്റവും വലിയ ഒരു ട്രാഫിക് നിയമമാണ് ഒരു കാരണവശാലും, അതായത് മറ്റു പല സംസ്ഥാനങ്ങളിലും നമുക്ക് സ്പീഡ് ട്രാക്കിൽ ഓടാമെന്നുണ്ടെങ്കിലും ഗുജറാത്തിൽ ഒരു കാരണവശാലും സ്പീഡ് ട്രാക്കിൽ ട്രക്ക് അലൗഡല്ല. അത് രാത്രി ആയിക്കോട്ടെ പകലായിക്കോട്ടെ, എപ്പോൾ പിടിച്ചാലും നമ്മളെ പിടിച്ചു നിർത്തും. നമ്മുടെ ഫയലെല്ലാം മേടിച്ച് വെക്കും. അവർ മാക്സിമം ഫൈൻ അടിപ്പിച്ചിട്ടേ വിടത്തുള്ളൂ. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഈ എക്സ്പ്രസ് ഓടുമ്പോൾ കാര്യം നമ്മൾ അവസാന നിമിഷം നമുക്ക് കലവടയ്ക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ട്രക്കുകളെല്ലാം എല്ലാ ട്രാക്കിലും ട്രക്കുകളുണ്ട്. ആ ട്രക്കുകൾക്കിടയിലൂടെയാണ് പല പല വാഹനങ്ങളും, അത്യാവശ്യം സ്പീഡിൽ പോകേണ്ട കാറ്, അതുപോലെ തന്നെ സർക്കാർ ബസ്സുകൾ, പ്രൈവറ്റ് ബസ്സുകൾ, ലോങ് സർവീസ് നടത്തുന്ന ബസ്സുകൾ, അങ്ങനെ പല പല അടിയന്തര സാഹചര്യത്തിൽ കടന്നു പോകേണ്ട പല വാഹനങ്ങളും ഈ പറഞ്ഞ പോലെ സ്പീഡ് ട്രാക്ക് മാറി ചിലപ്പം നടുക്കൂടെയും അതുപോലെ തന്നെ ഇടവശത്തൂടെയൊക്കെ ഓവർടേക്ക് ചെയ്ത് പോകുന്ന കാഴ്ചകൾ സുലഭമായി കാണാൻ പറ്റിയ ഒരു റോഡാണ് വാപ്പി സൂറത്ത് റോഡ്. അങ്ങനെ നമ്മൾ സൂറത്തിൽ നിന്ന് നമ്മൾ സൂറത്തെത്തി. സൂറത്ത് എന്ന് പറഞ്ഞാൽ കുറച്ച് അകത്തോട്ടാണ് നമ്മൾ ഈ മാർക്കറ്റ്. ഏകദേശം ഇവിടെ ഈ മാർക്കറ്റിനകത്തുള്ളൊരു രാജു ബായി എന്ന് പറഞ്ഞ ഒരു ബായിയുടെ കടയിലാണ് നമുക്ക് ഈ സാധനം ഇറക്കേണ്ടത്. അപ്പം നമ്മൾ സാധനം ഇറക്കിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ വീഡിയോയുടെ കാര്യം ഓർത്ത കാര്യം. ഒരു രാത്രിയിലത്തെ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. നമ്മൾ പടുത അഴിക്കണം, കയറ് മാറ്റിക്കെട്ടി സെറ്റാക്കി വെക്കണം, പൈസ മേടിക്കണം. അപ്പോൾ അതിനിടയ്ക്ക് രണ്ടുപേരും ക്ഷീണിതരാണ്. അപ്പോൾ അത് കാരണം ഒരു കാരണവശാലും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് പലതും കാണിക്കാൻ പറ്റാഞ്ഞത്. എന്തായാലും സൂറത്തിലേക്കുള്ള യാത്ര നിങ്ങൾ ആസ്വദിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു യാത്രയുടെ വീഡിയോ പങ്കുവെക്കുന്നതിന് മുമ്പായി നിങ്ങളോടൊരു അഭ്യർത്ഥനയുണ്ട്. ചാനൽ ചാവക്കാടൻ വ്ളോഗ്സ് നിങ്ങൾ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇത് സബ്സ്ക്രൈബ് കൂടുന്നതിനനുസരിച്ച് അറിയാമല്ലോ, നമുക്ക് ഒരുപാട് ആളുകളിലേക്ക് ഇത് എത്തിക്കാൻ പറ്റും. ഇപ്പം നിങ്ങളുടെ ആൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആരെയൊക്കെയാണോ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നത് അവരിലേക്ക് ഇതെത്തും. അങ്ങനെ ന്യൂ സബ്സ്ക്രൈബേഴ്സ് നമുക്കും കൂടും. അപ്പോൾ എനിവേ അടുത്ത യാത്രയുമായി കാണുന്നത് വരെ ഗുഡ് നൈറ്റ്. ഓക്കേ.